തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനത്തിൽ പരിശോധനയുടെ ഇടയിൽ കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതി കൊടുത്ത് മറുപടി വാങ്ങാം. ആ മറുപടിയുടെ വെളിച്ചത്തിൽ കരട് റിപ്പോർട്ട് തയ്യാറാക്കും. ആ കരട് റിപ്പോർട്ട് സർക്കാരിന് അയച്ചു തരും. അതിനടിസ്ഥാനത്തിൽ ഓഡിറ്റ് അവസാനിപ്പിക്കുന്ന എക്സിറ്റ് മീറ്റിംഗും ഉണ്ട്. കരട് റിപ്പോർട്ട് സംബന്ധിച്ചും സർക്കാരിന് പ്രതികരിക്കാനുള്ള സന്ദർഭമുണ്ട്. എന്നാൽ കിഫ്ബി സംബന്ധിച്ച് 2018-19 ഓഡിറ്റ് റിപ്പോർട്ടിലെ 4 പേജുകളിൽ ഉള്ള പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമുള്ളതല്ല. സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കിയിട്ടുള്ള കരട് റിപ്പോർട്ടുകളിൽ കിഫ്ബിയെക്കുറിച്ച് 2 പാരഗ്രാഫേ ഉള്ളൂ. അത് എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബിയുടെ ബോറോയിങ്ങിനെ കുറിച്ച്, അത് ഓഫ് ബഡ്ജറ്റ് ആണെന്ന് പോലും കൃത്യമായ നിഗമനത്തിലില്ല. കിഫ്ബിയുടെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിഗമനം അതിലില്ലെന്ന്. അങ്ങനെ ഒരു കരട് റിപ്പോർട്ടും എക്സിറ്റ് മീറ്റിംഗും കഴിഞ്ഞ് അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ അതുവരെ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്യാതിരുന്നിട്ടുള്ള ഭരണഘടനാപര വിരുദ്ധമെന്ന നിഗമനം 4 പേജുകളിലായിട്ട് അന്തിമ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇത് ദുർവദിഷ്ടമാണ്. ഇത്തരത്തിൽ നിഗമനങ്ങൾ ഏകപക്ഷീയം അടിച്ചേൽപ്പിക്കുന്നതിന് ഭരണഘടന അധികാരവും അവകാശവും നൽകുന്നില്ല. സർക്കാരുമായി ചർച്ച പോലും ചെയ്യാത്ത കാര്യങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് എഴുതി തന്നിട്ട് അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, നിയമസഭാംഗങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആജ്ഞാപിക്കുന്നത് ശരിയല്ല. ഇത് സഭയുടെ അവകാശ ലംഘനമാണ്. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രേഖപ്പെടുത്തുമെന്ന കാര്യം ധനകാര്യ വകുപ്പിനെ അന്തിമ റിപ്പോർട്ടിന്റെ മുമ്പ് അറിയിച്ചിരുന്നു എന്നൊരു വാർത്ത ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ വളരെ വിശദമായിട്ട് ധനവകുപ്പിന്റെ ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു. ധനകാര്യ സെക്രട്ടറിയോട് ആരാഞ്ഞു. കിഫ്ബിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു കുറിപ്പ് ഈ 4 പേജുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാരഗ്രാഫേ ഉള്ളൂ കണ്ട റിപ്പോർട്ടിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നം വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വാർത്താ വിവരം എങ്ങനെ ഈ മാധ്യമത്തിന് ലഭിച്ചു എന്നുള്ളത്. 2 സെറ്റ് ആളല്ലേ ഉള്ളൂ. ഒന്ന് സർക്കാർ, മറ്റത് AG. സർക്കാരിന് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം കിട്ടിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചോരേണ്ട പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഉറവിടം AGയുടെ ഓഫീസാണെന്ന് പറയേണ്ടി വരും. ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഇത് ആനുഷംഗികമായി അംഗീകരിക്കുക കൂടി ചെയ്തു, പരസ്യമായിട്ട് ഓൺ റെക്കോർഡ്.
AGയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇത് നിങ്ങളെ നേരത്തെ വിവരം അറിയിച്ചിരുന്നല്ലോ. ദിസ് ഈസ് സംതിങ് ഓൺ റെക്കോർഡ്. 2 പ്രമുഖ പത്രപ്രവർത്തകരെങ്കിലും എന്നോടുള്ള അഭിമുഖത്തിന് വന്നപ്പോൾ AG's ഓഫീസിൽ നിന്നാണ് വിവരം, അവിടെ നിന്നാണ് ലഭ്യമാക്കിയെന്ന് പറയൂ. സർക്കാരിനെതിരായിട്ട് ഒളിയുദ്ധം നടത്തുന്ന ആഫീസായിട്ടത് മാറും. AGക്ക് സർക്കാർ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന് എഴുതാൻ ഇത്രാം തീയതി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് 4 പേജ്. അതിന് നിങ്ങൾ ഇത്രാം തീയതി മറുപടി നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിക്കുമല്ലോ. കരട് റിപ്പോർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിയമസഭയിൽ വെക്കാനുള്ള റിപ്പോർട്ടാണ് അയച്ചതെന്നുള്ള പത്രക്കുറിപ്പ് കണ്ടു തിരുത്തിയല്ലോ. അതോ പത്രങ്ങൾ കൊടുക്കല്ലോ ചോർത്തി? ഫേക്ക് ന്യൂസ്. ചോർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, ഫേക്ക് ന്യൂസ്. ഇതാദ്യത്തേതല്ല ഇങ്ങനെയുള്ള ചോർച്ചകൾ. കിഫ്ബി ഓഡിറ്റ് സംബന്ധിച്ച് തങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? സർക്കാർ ഇങ്ങനെ മറുപടി കൊടുത്തു എന്നുള്ളത് എവിടെന്നാ ചോർന്നത്? AG അതുകൊണ്ട് 14(1) 20 വകുപ്പ് പ്രകാരം വേണം ഓഡിറ്റ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? ഇതൊരു സ്ഥിരം കഥയാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഭൂഷണമല്ലേ? 11-ാം തീയതി എഴുതുന്ന പത്രക്കുറിപ്പ് ഈ വിവാദമെല്ലാം കത്തി നിന്നിട്ടും 16-ാം തീയതി മാത്രം മാധ്യമങ്ങളിൽ വന്നത്, അതും ചർച്ചകൾ നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, TV ചർച്ചകൾ ആരംഭിക്കുന്ന മുമ്പ് ലഭ്യമായത്. ഇതൊക്കെ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. അസ്വാഭാവിക മാത്രമേ ഞാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. C&AG നൽകുന്ന അന്തിമ റിപ്പോർട്ട് ഗവർണർ വഴി നിയമസഭയ്ക്ക് സമർപ്പിച്ച ശേഷം മാത്രമേ C&AG ഇത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ നിയമസഭയിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഇത് വെളിപ്പെടുത്താൻ പറ്റൂ എന്ന് റൂളിംഗ് സ്പീക്കറുടേതുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്ത, സർക്കാരിലാരും നോക്കാൻ പാടില്ല എന്നൊന്നും ഒരു വ്യവസ്ഥയില്ല. അങ്ങനെയുണ്ട് എന്നുള്ള മട്ടില്ല ചിലർ പറയുന്നു. അങ്ങനെയുള്ള ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൊണ്ട് ഇത് സീൽഡായിട്ട് ഇങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ ധനമന്ത്രി ഒപ്പിടുന്നു, മുഖ്യമന്ത്രി ഒപ്പിടുന്നു, നേരെ ഗവർണർക്ക് പോകണു, ഗവർണർ ഇന്ന് ലെജിസ്ലേച്ചറിന് പോകണമെന്ന്, ആരും തുറക്കാൻ പാടില്ലെന്ന് എവിടെയാ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ധനമന്ത്രി നോക്കും, മുഖ്യമന്ത്രി വേണമെങ്കിൽ നോക്കും. ഞാനിതുവരെ നോക്കിയിട്ട്, കാരണം പോസ്റ്റ്മാന്റെ പണിയല്ലോ. ധനവകുപ്പിൽ വരുന്നത് ധനവകുപ്പ് സെക്രട്ടറി നോക്കും. അങ്ങനെ ധനവകുപ്പ് സെക്രട്ടറി നോക്കിയത് എന്ത് വലിയ അപരാധമൊന്നും മറ്റില്ല ചിലർ എഴുതി കണ്ടുകൊണ്ട് ഞാനത് പറയുന്നു. ധനവകുപ്പ് സെക്രട്ടറി ഇത് കരടാണോ അന്തിമമാണോ എന്ന് ആരോടും പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. മറിച്ച് ഈ 4 പേജ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും നേരത്തെ ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതെന്ത് എന്ന് ചോദിച്ചതിന് കോപ്പി എടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാർക്ക് ചോർത്തി നൽകിയെന്ന് സർക്കാരിൽ തന്നെ നോക്കുന്ന കാര്യം.
ഇതിനുള്ള അവകാശമുണ്ടെന്ന് പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പിന്നെ സീല് പൊട്ടിക്കാൻ പാടില്ല, കവർ തുറക്കാൻ പാടില്ല, കിട്ടുന്ന പോലെ. എന്നാ പിന്നെ നേരത്തെ നേരിട്ടും കൊടുത്താൽ പോലെ. എന്തിനാ സർക്കാർ വഴി കൊടുക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വളരെ അസാധാരണമായ സാഹചര്യമാണ് എജിയുടെ ഈ റിപ്പോർട്ട് സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ളത്. നിർമ്മാണത്തിന് അനുവാദം നൽകിക്കഴിഞ്ഞതോ നിർമ്മാണം ആരംഭിച്ചതോ ആയുള്ള 50,000-ൽ പരം പ്രൊജക്ടുകൾ അവയുടെ ഭാവിയുടെ മേല് ഡെമോക്രസിന്റെ വാള് തൂങ്ങി. കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു അസാധാരണ സാഹചര്യവും അസാധാരണമായ നടപടികളും ഇതിനു വേണ്ടി വരും. കാരണം മസാല ബോണ്ട് വിദേശത്തുനിന്ന് വായ്പ എടുത്തത് ശരിയോ തെറ്റോ എന്ന് മാത്രമല്ല ഇവിടെ എജിയുടെ പരാമർശം. കിഫ്ബി വഴിയെടുക്കുന്ന മുഴുവൻ വായ്പകളും അനധികൃതമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിനോ കൊച്ചി മെട്രോക്കോ വിശാലിനോ ഏതെങ്കിലും സ്ഥാപനത്തിന് വായ്പ എടുക്കാൻ കഴിയും. ഈ നിയമം, കിഫ്ബി നിയമം കേരള നിയമസഭ പാസാക്കിയതാണ് ഏകകണ്ഠമായിട്ട്. ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രീതികളുണ്ട് വായ്പയെടുക്കാൻ. ബോണ്ടുകൾ ഇറക്കാം, ഡിബഞ്ചർ ഇറക്കാം, സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാം. ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടുകൾ, അല്ലെങ്കിൽ എൻവിറ്റ് പോലുള്ള പുതിയ സ്ഥാപനങ്ങൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ. 1999-ൽ കിഫ്ബി രൂപീകരിച്ചപ്പോൾ നിലവിലില്ലാതിരുന്ന ഒട്ടേറെ പുതിയ രീതികൾ, അതുപ്രകാരം വായ്പയെടുക്കാം. എങ്ങനെ വായ്പയെടുക്കാം അത് പറഞ്ഞു. 2, ഈ നിയമസഭയാണ് തീരുമാനിച്ചത് വർഷം തോറും ഒരു ആനുവിറ്റി. ഇനി മുതൽ ആ വാക്ക് ഉപയോഗിച്ചാൽ മതി. വർഷം തോറും ഒരു ആനുവിറ്റി മോട്ടോർ വാഹന നികുതി വകുപ്പിന്റെ നികുതിയുടെ പകുതി കിഫ്ബിക്ക് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് വായ്പ എടുക്കൂ എന്നുള്ള നിയമം പാസാക്കിയിട്ടുള്ളത് നിയമസഭയാണ്. UDF-ഉം പങ്കാളിയാണ്, ഏകകണ്ഠമാണ്. എന്നിട്ട് കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ എന്നൊരക്ഷരം അതിനെതിരായിട്ട് പറയാനുണ്ടോ പ്രതിപക്ഷം? ഇതില്ലാതായി പോണെങ്കിൽ പോട്ടെ എന്നൊരു ഭാവത്തിലല്ലേ? ഇത് കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു തിരിച്ചടിയാവാൻ പോയത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇതിനെതിരായിട്ട് പൊതുനഭിപ്രായം ഉയരണം, കേരളം ഉണരണം. എന്റെ പേരെയുള്ള അവകാശ ലംഘനമൊക്കെ ചെറുത്, അതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ. ബഹുമാനപ്പെട്ട സ്പീക്കർ ഔപചാരികമായിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് എനിക്ക് നൽകിയിട്ടുണ്ട് അവകാശ ലംഘനത്തിന്. എത്രയും പെട്ടെന്നുള്ള മറുപടി കൊടുക്കും, വിശദമായിട്ടുള്ള മറുപടി കൊടുക്കും. ഈ CAG റിപ്പോർട്ടിന്റെ ക്രമവിരുദ്ധത അത് ചൂണ്ടിക്കാണിക്കും. അതുപോലെ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ഇത് നിഹരിക്കുന്നത്? ഇത് സംസ്ഥാനത്തിന്റെ വികസന സ്തംഭനത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് ഇതൊരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അതിനുള്ള മറുപടി സമയത്തിനുള്ളിൽ തന്നെ നൽകും. ബഹുമാനപ്പെട്ട സ്പീക്കർ അത് നോക്കിയ അതിന്റെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു.
അതുകൊണ്ട് ഈ അവകാശ ലംഘനത്തിന്റെ ചുറ്റും കിടന്നിങ്ങനെ കറങ്ങല്ലേ. യഥാർത്ഥ പ്രശ്നം കേരളം പോലൊരു സംസ്ഥാനത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന റോഡുകൾക്ക്, അല്ലെങ്കിൽ പാലങ്ങൾക്ക്, കെട്ടിടങ്ങൾക്ക്, പാർക്കുകൾക്ക് ഉള്ള പ്രവർത്തനം, വികസന പ്രവർത്തനങ്ങൾ തുടരണമോ വേണ്ടേ എന്നുള്ളതാണ്. UDF-ന് കിഫ്ബി അല്ലാതെ വേറൊരു മാർഗം ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ചില UDF നേതാക്കന്മാർ പറയുന്നത്, കിഫ്ബി വരുന്നതിന് മുമ്പ് വെങ്കട പ്രൊജക്ടുകളൊന്നും കേരളത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. പക്ഷെ എത്ര കുറച്ച്, എത്ര തുച്ഛം, എത്ര പതുക്കെ. അതിന്റെ ഫലമായിട്ട് എല്ലാ പശ്ചാത്തല സൗകര്യ മേഖലകളിലും കേരളം എത്രയോ പിന്നിലാണെന്ന്. എന്ന് മാത്രമല്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ള വൻകിട പ്രൊജക്ടുകളെല്ലാം റവന്യൂ ഏണിംഗ് പ്രൊജക്ടുകൾ മാത്രമാണ്. കൊച്ചി മെട്രോ, സിയാല്, വിശാല്, ഇങ്ങനെയുള്ളതെല്ലാം അത്തരം പ്രൊജക്ടുകൾ മാത്രം നമുക്ക് ഏറ്റെടുത്താൽ മതിയോ? കേരളത്തിലെ റോഡുകൾ ഒരു 50,000 കോടി ഇല്ലാതെ നമ്മുടെ ദേശീയപാതയും മേജർ ജില്ലാ റോഡുകളും BMNBC ആക്കി മാറ്റാൻ പറ്റുമോ? നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ? അതുകൊണ്ട് UDF പറയുന്ന മാർഗമുണ്ടല്ലോ, അത് ഇതിനൊന്നും പറ്റിയതല്ല. അത് വേണ്ടി വരും. ഇനിയും തുടരാൻ കിഫ്ബി ഉണ്ടെങ്കിലും ആകാം. കിഫ്ബി എന്നായിരിക്കില്ല തിരുവനന്തപുരം ക്യാപിറ്റൽ റീജിയൻ സിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവുക. കിഫ്ബി എന്നായിരിക്കില്ല നമ്മുടെ സിൽവർ ലൈൻ റെയിൽവേയിൽ, പുതിയ റെയിൽവേ ലൈൻ വരിക. അതൊക്കെ തുടരുന്ന UDF-നുള്ള ചോദ്യം ഇതാണ്. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റവന്യൂ ഏണിംഗ് അല്ലാത്ത നമ്മുടെ സ്കൂളുകള്, ആശുപത്രികള്, റോഡുകള്, ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികള് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്താ ഒരു പരിപാടിയുള്ളത്? നിങ്ങൾ കൂടി പാസാക്കിയ കിഫ്ബി ആക്ടിന് അത് മുഴുവൻ നിയമവിരുദ്ധം, ആക്ട് നിയമവിരുദ്ധമാണെന്നാ പറയുന്നത്, ഭരണഘടനാ വിരുദ്ധം. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ശരി, സുരേഷ് ഒന്ന് ഉറക്കം പറ. നമ്മുടെ കോവിഡ് ഇതിനൊക്കെ ബാധിച്ചിട്ടുണ്ട് ആ പ്രശ്നം. അതുകൊണ്ട് എന്ത് തിരിയുന്ന അതൊക്കെ നിശ്ചയമായിട്ടും അതിന്റെ വഴിക്ക് നടക്കേണ്ട പോലെ നടക്കും. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കത്തക്ക നീക്കം നടത്തി. ഈ നാട്ടിന് മുഴുവൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രൊജക്റ്റിനൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ? അപ്പൊ അതാണ് അസാധാരണം എന്ന് പറയുന്നത്, സാധാരണ കളിയൽ. അതുകൊണ്ട് നിയമസഭയിൽ ഇതിനെക്കുറിച്ചുള്ള ക്രമവിരുദ്ധമാണെങ്കിലും അത് നിയമസഭ തന്നെ തീരുമാനിക്കേണ്ടതാണ്, ഞാൻ തീരുമാനിക്കേണ്ടതല്ല. ഇല്ല, CAG-ക്ക് സംസ്ഥാന സർക്കാരുമായി സംസ്ഥാന സർക്കാർ വിസ്തീർണം അംഗീകരിക്കണ്ട. അതെ 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 അതിനൊക്കെ അതൊക്കെ ആ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അല്ലാതെ ഞാനല്ല തീരുമാനിക്കുക. അതിന് എന്റെ അഭിപ്രായമില്ലേ? അതിലെന്റെ അഭിപ്രായമില്ലേ? സർക്കാരിന്റെ അഭിപ്രായമില്ല. അതിന് പ്രസക്തിയുണ്ട്. അത് പറയുന്നു. നിയമസഭയ്ക്ക് നിയമസഭയുടേതായ പരിഗണനാ രീതികളുണ്ട്, അതനുസരിച്ച് പരിശോധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ ഇങ്ങനെ ക്രമവിരുദ്ധതയെക്കുറിച്ച് അടക്കം സർക്കാർ നിയമപരിശോധന നടത്തും. 1
ഞാൻ കോടതിയിലല്ലെന്ന്, നിയമസഭയാണ് നിന്റെ അവസാന വാക്ക്. കോടതിയല്ല, കേരള നിയമസഭയാണ്. കേരള നിയമസഭ റിപ്പോർട്ടും പരിഗണിക്കും, അതിന്റെ കമ്മിറ്റികൾ പരിഗണിക്കും, അവസാനം കേരള നിയമസഭ പരിഗണിക്കുകയും ചെയ്യും. പക്ഷെ ഇത് അസാധാരണമായ സാഹചര്യമാണ് എന്നും മനസ്സിലാക്കി ഈ പരിഗണനകൾ വേഗം നടത്തണം. ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള CNG ഗൈഡ് ലൈൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും അയച്ചു തരാം. അത് പ്രകാരം കൃത്യം എത്ര സൂക്ഷ്മമായിട്ടാ പറയണമെന്നറിയാമോ? ഓഡിറ്റ് CAGക്കെതിരെ കടുത്ത വിമർശനമാണ് ധനമന്ത്രി TM തോമസ് ഐസക് ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തേത്. അസാധാരണ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. CAG റിപ്പോർട്ടിന്റെ അന്തിമ റിപ്പോർട്ടിലെ കൂട്ടിച്ചേർക്കലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നു.